കോൺഗ്രസ് പാർട്ടിയെ വെട്ടിലാക്കിക്കൊണ്ടിരിക്കുന്ന ശശി തരൂരിനെ നേരിടാൻ ഇപ്പോൾ കേരളത്തിൽ രണ്ടുപേരേ ഉള്ളൂ. ഒന്ന് കെ മുരളീധരനും മറ്റൊന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും. ഇതിൽ അതായത് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ട് തരൂരിനെ അധികം പ്രകോപിപ്പിക്കരുത് എന്ന്. ഇപ്പോൾ KPCC പ്രസിഡന്റ് ഒന്നും പറയുന്നില്ല, പ്രതിപക്ഷ നേതാവ് ഒന്നും പറയുന്നില്ല, രമേശ് ചെന്നിത്തല ഒന്നും പറയുന്നില്ല, KPCCയുടെ മുൻ പ്രസിഡന്റ് ഒന്നും പറയുന്നില്ല. തരൂർ പക്ഷേ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മുരളീധരൻ അതൊട്ടും സഹിക്കുന്നില്ല. മുരളീധരൻ പറയുന്നുണ്ട് തരൂരിനെ തിരുവനന്തപുരത്തേക്ക് കാലുകുത്താൻ അനുവദിക്കത്തില്ല, പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ല, തരൂരിന് വേണമെന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകാം, അല്ലെന്നുണ്ടെങ്കിൽ തരൂരിനെ ചിലപ്പോൾ ഇറക്കി വിട്ടു എന്നും വരാം. ഒന്നുകിൽ തരൂർ ഇറങ്ങിപ്പോകണോ അല്ലെങ്കിൽ ഇറക്കി വിടണം എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ് മുരളീധരൻ. കാരണം എന്നിട്ട് വേണം ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുരളീധരന് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ. അത് ഈ മുരളീധരന് മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇനിയും രക്ഷയില്ല എന്ന് അദ്ദേഹം തന്നെ മനസ്സിലാക്കുന്നുണ്ട്. വട്ടിയൂർക്കാവ് പഴയതുപോലെ തനിക്ക് ഇണങ്ങുന്നില്ല, അത് BJPയിലേക്ക് ചാഞ്ഞു പോയിരിക്കുകയാണ്. BJP നിയമസഭയിലേക്ക് ഒരു MLA കൊടുക്കാൻ പോകുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നാണ് എന്ന് 2024 ലോക്സഭയിൽ തെരഞ്ഞെടുപ്പിൽ തന്നെ വിധി എഴുതി കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇനി വട്ടിയൂർക്കാവിലേക്ക് വണ്ടി കയറാൻ മുരളീധരൻ ഇല്ല. മര്യാദയ്ക്ക് അവിടെ നിൽക്കുകയായിരുന്ന സമയത്താണ് അവിടെ നിന്ന് വടകരയ്ക്ക് വിട്ടു, വടകരയിൽ നിന്ന് നേമത്തേക്ക്, നേമത്ത് നിന്ന് വീണ്ടും വടകരയിലേക്ക്, വടകരയിൽ നിന്ന് വീണ്ടും തൃശ്ശൂരിലേക്കും വിട്ട് ഒരിടത്ത് തോപ്പിച്ച് തുന്നം പാടിച്ച് ഇരുത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനും ശശി തരൂരിനെതിരെ ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് 2026 ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അനുസരിച്ച് UDF അധികാരത്തിൽ വരും. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇനി ഒരു 5 കൊല്ലം 26 മുതൽ 2031 വരെ കേരള രാഷ്ട്രീയത്തിൽ വളരെ സേഫായിട്ട് നിൽക്കാം. അതുകൊണ്ട് ഇങ്ങോട്ടേക്കൊന്ന് ചാടിയാൽ എന്തെന്ന് ആലോചിക്കുകയാണ്. 2019 കാസർഗോഡ് മത്സരിക്കാൻ പോയതാണ്. കേരളത്തിൽ മറ്റു പല മണ്ഡലങ്ങളിലും നിന്ന് തോറ്റു തുന്നം പാടിയിട്ടുള്ള ആളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. കുണ്ടറയിലും തലശ്ശേരിയിൽ കോടിയേരി ബാലകൃഷ്ണനെതിരെയൊക്കെ മത്സരിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള അദ്ദേഹം 19 കാസർഗോഡ് എത്തി. ഈ കാസർഗോഡും ഉള്ളവരും മറ്റ് കേരളത്തിലുള്ളവരും ഒക്കെ ധരിച്ചു വെച്ചത് ഈ 2019 ഈ നമ്മുടെ പപ്പുമോൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുമെന്നാണ്. അങ്ങനെ കോൺഗ്രസ്സിന് എല്ലാവരും കൂടി വോട്ട് ചെയ്തു. കേരളത്തിൽ 19 സീറ്റിലങ്ങ് വിജയിച്ചു. പിന്നീട് അത് കഴിഞ്ഞ് 24 രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് പോയി അങ്ങ് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ തന്നെയാണ് അദ്ദേഹം സ്ഥിരതാമസവും. കാസർഗോഡ് അങ്ങനെ CPMന്റെ മണ്ണിൽ നിന്ന് കോൺഗ്രസിലേക്ക് പിടിച്ചെടുക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താന് കഴിഞ്ഞു എന്നുള്ളതിലും അദ്ദേഹം അഭിമാനിച്ചു നിൽക്കുകയാണ്. 2024 അദ്ദേഹത്തിന് തന്നെ ബോധക്ഷയം വന്നുപോയി. ഭൂരിപക്ഷം കണ്ട് 1,00,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അതും ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ മുഴുവൻ പ്രതിഫലനം കൂടിയായിട്ട് നമുക്കതിനെ കാണാമെന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം കരുതുകയാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ എന്ത്. അപ്പോൾ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ നിന്ന് മത്സരിച്ചാൽ ഏതാണ്ട് വിജയം ഉറപ്പാക്കാം, സുരക്ഷിതമായിട്ടുള്ള ഒരു മണ്ഡലത്തിലേക്ക് മാറുക. അപ്പോൾ പല MPമാരും ഇങ്ങ് കേരള രാഷ്ട്രീയത്തിലേക്ക് വരാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. KPCCയുടെ മുൻ പ്രസിഡന്റ് സുധാകരന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിയമസഭയിൽ മത്സരിച്ച് വിജയിച്ചു വരും, എനിക്ക് പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെ ഞാൻ കൈകാര്യം ചെയ്യും. അതുപോലെ തന്നെ അടൂർ പ്രകാശ് അടൂരിൽ മത്സരിച്ച് കോന്നിയിൽ നിന്ന് ജയിച്ചു വരികയായിരുന്നു. ആ മണ്ഡലത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് ജനപ്രീതി നേടിക്കുമ്പോഴാണ് 2019 കൊണ്ടുവന്ന് ആറ്റിങ്ങൽ നിർത്തി വിജയിപ്പിച്ചത്. അദ്ദേഹത്തിന് പോകാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. 2024 ദാ കിടക്കുന്നു അദ്ദേഹം തന്നെ. അദ്ദേഹത്തിന് തോറ്റാൽ മതിയായിരുന്നു, ആറ്റിങ്ങലുകാർ വിട്ടില്ല, ജയിപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തെ ഇപ്പോൾ UDFന്റെ കൺവീനർ കൂടിയാണ്, കേരള രാഷ്ട്രീയത്തിൽ വരാനായിട്ട് നിൽക്കുകയാണ്.
മുൻപ് അദ്ദേഹം മന്ത്രി വരെ ആയിരുന്നു, റവന്യൂ മന്ത്രി. മന്ത്രി എന്നുള്ള നിലയിൽ നല്ല വിജയം തന്നെയായിരുന്നു അദ്ദേഹവും കേരളത്തിലേക്ക് തന്നെ, കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് നിൽക്കുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താനും അങ്ങനെ ആഗ്രഹിക്കുകയാണ്. അതായത് അവിടെ കാസർഗോഡ് മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു നിയമസഭാ സീറ്റിൽ നിന്നും ജയിച്ച് ഒരു മന്ത്രിയാകുക. UDF അധികാരത്തിൽ വരുമെങ്കിൽ മന്ത്രിസ്ഥാനം. UDFനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് അങ്ങോട്ടാകുമ്പോൾ സീറ്റ് വിഭജനം മുതലേ അടി തുടങ്ങുമെന്നുള്ളതാണ്. കോൺഗ്രസിലെ അല്ലേ മറ്റേ സീറ്റ് മോഹികൾ ധാരാളമുള്ള ഒരിടമാണ്. ഇനി ഒരു 140 സീറ്റ് കൂടി ഉണ്ടെങ്കിൽ പോലും അവർക്ക് തികയത്തില്ലെന്നുള്ളതാണ്. അത്രത്തോളം സീറ്റ് മോഹികളും അധികാരമോഹികളും ആ പാർട്ടിക്കകത്തുണ്ട്. അങ്ങനെ സീറ്റ് വിഭജനത്തിൽ തുടങ്ങും. പിന്നെ UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ വിജയിച്ചു വന്നു കഴിയുമ്പോൾ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയും ഏതാണ്ട് ഒരു പട തന്നെ ഉണ്ട്. 21 അത് കൂട്ടേണ്ടി വരും. ലീഗിന് തന്നെ വേണം നല്ലൊരു സംഖ്യ, ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ. അപ്പം കോൺഗ്രസിന് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ തന്നെ ധാരാളമുണ്ട്. മിക്കവാറും 6 മാസം കൂടുമ്പം മുഖ്യമന്ത്രിയാകാനായിട്ട് ഉള്ള സ്ഥാനാർത്ഥികളുണ്ട്. ഇപ്പൊ കെ മുരളീധരൻ തന്നെ ഇവിടെ നിയമസഭയിൽ എവിടെങ്കിലും നിന്ന് ജയിച്ചാൽ പോലും അദ്ദേഹവും മന്ത്രിയാകാൻ യോഗ്യനുമാണ്, മുതിർന്ന നേതാവുമാണ്. മന്ത്രി എന്നല്ല, മുഖ്യമന്ത്രി പദത്തിലേക്ക് പോലും മുരളീധരൻ യോഗ്യനാണ്. അപ്പോൾ അതിലേക്കൊക്കെ വരുമ്പോഴാണ് കാര്യങ്ങൾ അങ്ങ് മാറാൻ പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്തരം നിരവധി വിഷയങ്ങളായിരിക്കും 2026 തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കാൻ പോകുന്നത്. എന്തായാലും കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് ഇദ്ദേഹം ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്ന് വിജയിച്ച് അധികാരത്തിലേക്ക് വരിക എന്നുള്ളതാണ് 2031 വരെ. ഇപ്പോൾ ജയിച്ചാൽ ജയിച്ചു, അതും കൂടി നോക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് പിന്നെ കോൺഗ്രസിൻ്റെ കാലമൊന്നുമില്ല. ഏറിയാൽ ഒരു തവണ കൂടി കോൺഗ്രസിന് അധികാരത്തിൽ വരാം. പിന്നീട് അങ്ങോട്ട് BJPക്ക് അധികാരത്തിൻ്റെ നാളുകളിലേക്ക് അടുക്കുകയായിരിക്കും. ഇപ്പോൾ തന്നെ അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് 2026 അധികാരത്തിൽ വരുമെന്ന്. അപ്പോൾ തന്നെ കോൺഗ്രസ്സുകാർ ഏതാണ്ട് ആകെ കൂടെ വെട്ടിലായിരിക്കുകയാണ്. ഒരു തവണ കൂടി അവർക്ക് അധികാരം കിട്ടില്ലയോ എന്നുള്ള രീതിയിൽ 10 വർഷമായി അധികാരത്തിന് പുറത്ത് നിൽക്കുകയാണ്. ഇനി ഒരു 5 വർഷം കൂടി നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിനത് ആലോചിക്കാൻ പറ്റത്തില്ല, UDFലെ ഘടകകക്ഷികൾക്ക് അത് ആലോചിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനും അത് ആലോചിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അവരൊക്കെ അവരുടെ വഴി തേടിപ്പോകും. കോൺഗ്രസ് പാർട്ടി തന്നെ സ്വയം പിരിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്കും എത്തും. അതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് അവർ നടത്തുന്നത്. അപ്പോൾ ഈ നിലമ്പൂരിലെ ഫലമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അമിത പ്രതീക്ഷയാണ് നിൽക്കുന്നത് അധികാരത്തിൽ വരുമെന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ പല MP മാരും ഇനിയും കേരള രാഷ്ട്രീയത്തിലേക്ക് വരാനായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്.